വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രീതിയുടെ അടുത്തേക്ക് വരുന്ന സുസ്മിത ഡോക്ടർ വരുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഡോക്ടറുടെ കഴിവുകളെക്കുറിച്ചൊക്കെ അങ്ങ് പ്രീതിയോട് സംസാരിക്കുകയാണ്. അന്നേരം പ്രീതിയുടെ കണ്ണിൽ നിന്നും അങ്ങ് ഒഴുകുന്നുണ്ട്. തുടർന്ന് പ്രീതിയോട് പറയുകയാണ്, നീ ഇതെല്ലാം നിനക്കെല്ലാം കാണാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ ഒന്നും പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം നീ കേൾക്കുന്നുണ്ട് എന്നെനിക്കറിയാം. ഡോക്ടർ വന്ന് നിന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ വെള്ളം കോരിയതൊക്കെ വെറുതെ ആയിപ്പോവും. പിന്നെ രോഹിത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ നീ എല്ലാവരോടുമായിട്ട് വിളിച്ചു പറയും. അതുകൊണ്ട് നിന്നെ ഞാനങ്ങ് കൊല്ലാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇതൊക്കെ പ്രീതി കേൾക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത പറയുകയാണ്, ഇപ്പോൾ നീ നിൻ്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകും, എൻ്റെ കുഞ്ഞിനെ കണ്ട് കൊതി തീർന്നിട്ടില്ല, എന്നെ കൊല്ലല്ലേ എന്നൊക്കെ നിൻ്റെ മനസ്സ് കേഴുന്നുണ്ടാകും. പക്ഷേ എനിക്ക് അതിന് അനുവദിച്ച് തരാനായിട്ട് നിവർത്തിയില്ല. പോയി ചത്ത് തൊല എന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെ തലയ്ക്കടുത്ത് നിന്നും തലോണ എടുത്ത് പ്രീതിയുടെ മുഖത്തേക്ക് അങ്ങ് അമർത്തുകയാണ്. എന്നിട്ട് ഇവള് ചാവ് ചാവ് എന്നൊക്കെ സുസ്മിത അങ്ങ് പറയുകയാണ്. ഇവള് ചത്തോ ഇല്ലെന്ന് എങ്ങനെ അറിയുക എന്നൊക്കെ ചിന്തിക്കും തോറും അങ്ങ് മുഖത്തേക്ക് തലേണ നന്നായിട്ട് അമർത്തുകയാണ്. അതേസമയം സുസ്മിതയെന്ന് വിളിച്ചുകൊണ്ട് ശാലിനി വരികയാണ്. അന്നേരം പെട്ടെന്ന് സുസ്മിത അങ്ങ് ഞെട്ടി മാറുകയാണ്. അന്നേരം തലേണ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. നീ ഇവിടെ എന്തെടുക്കുക എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അത് ഞാൻ ഇവിടെ ഷീറ്റൊക്കെ തട്ടിക്കുടയായിരുന്നു, തലോണയൊക്കെ ശരിയാക്കുമായിരുന്നു എന്നും പറഞ്ഞ് കവറൊക്കെ നേരെ ഇട്ടിട്ട് അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് പ്രീതിയുടെ തലയ്ക്ക് പൊക്കിയിട്ട് തലോണ വെച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരവും ശാലിനിക്ക് ആകെ അങ്ങ് സംശയമാവുകയാണ്. ശാലിനി പറയുകയാണ്, നീ ഇവിടെ എന്ത് ചെയ്യുക, സത്യം പറ, നീ ഇവിടെ വേറെന്തോ ചെയ്യുകയായിരുന്നു എന്ന് പറയുകയാണ്. ഞാനിവിടെ എന്ത് ചെയ്യാനാണെന്നും പറഞ്ഞ് സുസ്മിത നിൽക്കുകയാണ്. ബെഡൊക്കെ ഞാൻ നേരത്തെ തട്ടി വൃത്തിയാക്കിയതാണല്ലോ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം അതിനെന്താ, എനിക്ക് ഒന്നുകൂടി ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട് സുസ്മിത പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും ശാലിനി പിടിച്ചു നിർത്തുകയാണ്. നീ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി, ഇല്ലെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയുമെന്ന് പറയുകയാണ്. അന്നേരം ശാലിനിയുടെ കൈ ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് കിഴുക്കിയിട്ട് സുസ്മിത പറയുകയാണ്, എന്നാൽ കേട്ടോ, നീ ആ പില്ലോ വെച്ച് പ്രീതിയുടെ മുഖത്തേക്ക് അമർത്തി അവളെ ഞാൻ കൊല്ലാൻ പോവുകയായിരുന്നു എന്നിങ്ങനെ ഒരു ദേഷ്യത്തോടു കൂടി സുസ്മിത പറയുകയാണ്. അന്നേരം എടി ഇന്ന് നിന്നെ ഞാനെന്നും പറഞ്ഞ് സുസ്മിത അടിക്കാനായിട്ട് ശാലിനി കൈ ഓങ്ങുകയാണ്. അന്നേരമാണ് ഇവിടെ എന്താ ശാലിനി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് സുസ്മിത ശാലിനി എന്താ ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് സത്യഭാമ വരുന്നത്. അന്നേരം രണ്ടുപേരും അങ്ങ് പിറകോട്ട് മാറുന്നുണ്ട്. തുടർന്ന് പ്രീതിയുടെ അടുത്തേക്കൊക്കെ സത്യഭാമ പോയി നോക്കുകയാണ്. ഈ സമയം വിഷ്ണുവും അർജുനും ഒക്കെ ബഹളമൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ട് എത്തുന്നുണ്ട്. തുടർന്ന് എൻ്റെ കുട്ടി ഇവിടെ കോമാവസ്ഥയിൽ കിടക്കുകയാണ്, അപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് വഴക്കുണ്ടാക്കാതിരുന്നൂടെ എന്നും പറഞ്ഞ് സത്യഭാമ അങ്ങ് ശാലിനിയെ വഴക്ക് പറയുകയാണ്. തുടർന്ന് സുസ്മിത പറയുകയാണ്, ഞാൻ ഈ മുറിയിലേക്ക് വന്ന് പ്രീതിയെ നോക്കാൻ തുടങ്ങുകയായിരുന്നു, പ്രീതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അന്നേരം ഈ ശാലിനി എൻ്റെ പുറകെ വന്ന് നീ മുറിയിൽ കയറാനും പാടില്ല, പ്രീതിയെ നോക്കാനും പരിചരിക്കാനും പാടില്ല എന്ന് പറഞ്ഞ് എന്നോട് തട്ടിക്കയറുകയായിരുന്നു. അതെന്താന്ന് ചോദിച്ചതിന് എന്നെ തല്ലാൻ വന്നു എന്നൊക്കെ അങ്ങ് സുസ്മിത അങ്ങ് പച്ചക്കള്ളം പറയുകയാണ്. അന്നേരം അയ്യോ സത്യാമ്മ അങ്ങനെയല്ല എന്നും പറഞ്ഞ് ശാലിനി പറയാൻ തുടങ്ങുകയാണ്. തുടർന്ന് സുസ്മിത പറയുന്നുണ്ട്, ഞാനിവിടെ മുറിയിൽ വരുന്നതും പ്രീതിയെ പരിചരിക്കുന്നതൊന്നും ഇഷ്ടമല്ലെങ്കിൽ അതിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ സത്യാമ്മ പറഞ്ഞാൽ മതി, ആ സന്തോഷം ഞാൻ വേണ്ടെന്ന് വെച്ചോളാം എന്നും പറഞ്ഞ് ഒരു പാവത്തെ പോലെ അങ്ങ് സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുകയാണ്, അങ്ങനെയൊന്നും അല്ല സത്യാമ്മേ, ഞാനിവിടെ വരുമ്പോൾ ആ തലേണയും കയ്യിൽ പിടിച്ച് പ്രീതിയുടെ അടുത്ത് നിന്ന് സുസ്മിത എന്തോ ചെയ്യുകയായിരുന്നു എന്ന്. അന്നേരം സുസ്മിത എന്തിവിടെ ചെയ്യുകയായിരുന്നു എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം അതിനുള്ള മറുപടി അവൾ തന്നെ പറയുമെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം സുസ്മിത അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ തന്നെ പറയുന്നുണ്ട്, ഓ ഇനിയിപ്പോൾ ആ പില്ലോ വെച്ച് സുസ്മിത പ്രീതിയെ കൊല്ലാൻ നോക്കിയെന്നായിരിക്കും നീ പറയുന്നതല്ലേ, എന്നാൽ നീ കേട്ടോ, സുസ്മിതയ്ക്ക് പ്രീതിയെ കൊന്നിട്ട് ഒരു ലാഭവുമില്ല. അങ്ങനെ പ്രീതി ഇല്ലാതാകണം എന്നുണ്ടെങ്കിൽ അത് ലാഭമുണ്ടാകുന്നത് അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരവർ ആരാണോ അവർ തന്നെ ആയിരിക്കും എന്നിങ്ങനെ ശാലിനി നോക്കി പറയുകയാണ്. അന്നേരം ശാലിനി അങ്ങ് സങ്കടം കടിച്ചമർത്തി നിൽക്കുകയാണ്. അന്നേരം സത്യാമ്മയെന്ന് അർജുൻ വിളിക്കുന്നുണ്ട്. അന്നേരം നിനക്ക് ഇവിടെ ശരിക്കും അറിയാത്തത് കൊണ്ടാണ് എന്നിങ്ങനെ അർജുൻ പറയുകയാണ്. തുടർന്ന് വീണ്ടും സത്യഭാമ പറയുകയാണ്, പ്രീതിയെ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളെ മാത്രമേ സംശയമുള്ളൂ, അത് നീ ആയിരിക്കും എന്നിങ്ങനെ ശാലിനിയെ ചൂണ്ടി പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, അമ്മ എന്തൊക്കെയായി പറയുന്നത് എന്നിങ്ങനെ വിഷ്ണു ദേഷ്യപ്പെടുമ്പോൾ നിനക്ക് നിന്റെ ഭാര്യയെ അറിയില്ല, ഇവള് ഒളിപ്പോര് തന്നെയാണ് നടത്തുന്നത്, അതിൽ ചോരയേറ്റ് വീഴുന്നത് നിന്റെ ചോരയിലുള്ളവൾ തന്നെ ആയിരിക്കും, നീ സൂക്ഷിച്ചോ, അത് അറിയാനായിട്ട് വൈകി പോകരുത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും ആ സങ്കടത്തോടെ ശാലിനി നിൽക്കുമ്പോൾ സുസ്മിതയ്ക്ക് അങ്ങ് സന്തോഷമാവുകയാണ്. തുടർന്ന് വാ സുസ്മിതയെ പോകാമെന്നും പറഞ്ഞ് സത്യഭാമ പോകാൻ തുടങ്ങുകയാണ്. അതിനുശേഷം അർജുനോട് പറയുന്നുണ്ട്, അർജുൻ നീ ഇവിടെ പ്രീതിയുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്ന്. ശരി സത്യാമ്മയെന്ന് അർജുനും പറയുന്നുണ്ട്.
തുടർന്ന് പ്രീതിയുടെ അടുത്തേക്ക് വന്ന് പ്രീതിയുടെ തലയിലൊക്കെയും തലോടിയിട്ട് വിഷ്ണു ശാലിനിയോട് ചോദിക്കുകയാണ്, ശാലിനി അമ്മ എന്തൊക്കെയായി പറയുന്നതെന്ന്. അന്നേരം സത്യാമ്മ എന്ത് വേണമെങ്കിലും എന്നെക്കുറിച്ച് പറഞ്ഞോട്ടെ, അതൊന്നുമല്ല പ്രധാനം. സുസ്മിത ഇവിടെ വന്ന് പ്രീതിയുടെ അടുത്ത് പ്രീതി എന്തോ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന്. അന്നേരം അങ്ങനെ പറയുമ്പോൾ അർജുൻ പറയുകയാണ്, ആർക്ക് വിശ്വാസമില്ലെങ്കിലും ശാലിനി എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശാലിനിയെ കൈകൂപ്പുകയാണ്. ഒരു വട്ടം കൂടി നന്ദിയുണ്ട് എൻ്റെ പ്രീതിയുടെ ജീവൻ രക്ഷിച്ചതിന് എന്നിങ്ങനെ ശാലിനിയെ നോക്കി അർജുൻ പറയുന്നുണ്ട്. അതേസമയം വിഷ്ണു പറയുകയാണ്, അങ്ങനെ പ്രീതി ഉണരുന്നതിന് പ്രീതിയെ കൊല്ലാനായിട്ട് സുസ്മിത നോക്കണമെങ്കിൽ സുസ്മിതയെക്കുറിച്ചുള്ള എന്തോ ഒരു രഹസ്യം പ്രീതിക്ക് അറിയാം. അതിനുവേണ്ടിയാണ് അപ്പോൾ അവൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പ്രീതിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് അർജുൻ്റെ കൈ പിടിച്ചിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, അർജുൻ ഈ ഒരു രാത്രി പ്രീതിക്ക് താൻ കാവലിരിക്കുമോ, ഇവിടെ തന്നെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനുണ്ടാകും, കണ്ണിമ ചിമ്മാതെ ഞാൻ നോക്കിക്കോളാം എന്ന് വിഷ്ണുവിന് അർജുൻ അങ്ങ് ഉറപ്പ് നൽകുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, പ്രീതി ഉണരുന്നത് വരെ നമ്മൾ കാത്തിരുന്നേ മതിയാകൂ. സുസ്മിത ഞെരിച്ചു കൊല്ലാൻ നോക്കുന്ന സത്യം പ്രീതിയിലൂടെ തന്നെ നമുക്കറിയാം. അവൾ സംസാരിച്ചു തുടങ്ങിയാലും നമുക്കറിയാനായിട്ട് സാധിക്കും. ഡോക്ടർ വരട്ടെ, ഡോക്ടർ വന്ന് ആ സത്യം എന്തായാലും നമുക്കറിയാൻ പറ്റും എന്നിങ്ങനെ വിഷ്ണു അർജുനോടും ശാലിനിയോടുമായിട്ട് പറയുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ഡോക്ടറെ കാത്തു നിൽക്കുകയാണ് ഉമ്മറത്ത് സത്യഭാമയും വിഷ്ണുവും അർജുനും ശാലിനിയും രാഘവൻ നായരും ഒക്കെ. ഭാമ അങ്ങ് ആകെ ടെൻഷനിലാണ്, എന്താ ഡോക്ടർ വരാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഫ്ലൈറ്റ് 2 മണിക്കൂർ ലേറ്റ് ആണെന്നൊക്കെ. അന്നേരം അതൊക്കെ കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞ് സത്യഭാമ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് ഗേറ്റിലേക്ക് നോക്കി നിൽക്കുകയാണ്. അതേസമയം മട്ടുപ്പാവിൻ്റെ മുകളിൽ സുസ്മിതയും ഡോക്ടറെ കാത്ത് അവിടെ ഇരിക്കുകയാണ്. തുടർന്ന് സത്യഭാമയുടെ അവിടുത്തെ വീട്ടിലെ വണ്ടി വരികയാണ്. അന്നേരം ഡോക്ടർ വന്നു എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാറിൽ നിന്നും രമണൻപിള്ള മാത്രമാണ് ഇറങ്ങുന്നത്. അന്നേരം പിള്ളയെ ഡോക്ടർ എവിടെ എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞു എന്ന് രമണൻപിള്ള പറയുകയാണ്. അന്നേരം വരുന്നില്ല എന്ന് പറഞ്ഞോ, എന്നോട് വരാമെന്ന് സമ്മതിച്ചാണല്ലോ എന്ന് ഭാമ ചോദിക്കുകയാണ്. അന്നേരം ഇതൊക്കെ കേട്ട് മോളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരാനായിട്ട് സുസ്മിത നിൽക്കുകയാണ്. അങ്ങനെ ദൈവം ഇതിനും എൻ്റെ കൂടെ തന്നെ നിന്നോ, ഈ പലിശക്കാരിയുടെ പച്ചക്കറി പോലുള്ള മകളെ നോക്കാനാണോ ലോകപ്രശസ്തനായ ഡോക്ടർ സമയം, അങ്ങനെ വേറെ പോയി കാണും എന്നൊക്കെ പറഞ്ഞ് സുസ്മിത സന്തോഷിച്ചിരിക്കുകയാണ്. അതേസമയം രാഘവൻ നായർ പറയുന്നുണ്ട്, ഈ പിള്ള ഡോക്ടറോട് എന്തെങ്കിലും പോഴത്തരം പറഞ്ഞു കാണും, ശുംഭൻ എന്നൊക്കെ പറഞ്ഞ് രമണൻപിള്ള വഴക്ക് പറയുകയാണ്. ഇതേസമയം ഡോക്ടർ സ്വന്തം വണ്ടിയിൽ വീട്ടിലേക്ക് വരികയാണ്. കാറ് മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട്. തുടർന്ന് രമണൻപിള്ള പറയുകയാണ്, ഡോക്ടർ എൻ്റെ കൂടെ വരുന്നില്ല എന്നാണ് പറഞ്ഞത്, സ്വന്തം വണ്ടിയിൽ വരാമെന്നാണ് പറഞ്ഞത്, ഇനി ആരും എന്നെ കുറ്റപ്പെടുത്തരുതേ എന്നും പറഞ്ഞ് ഇങ്ങനെ കൈമലർത്തുകയാണ്. തുടർന്ന് വിഷ്ണുവിനും സത്യഭാമയ്ക്കുമൊക്കെ സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് രാഘവൻ നായർ പറയുകയാണ്, ഈ കുറ്റപ്പെടുത്തരുതെന്ന ഒരു കാര്യം നേരെ ചൊവ്വെ പറയാൻ അറിഞ്ഞുകൂടാ, ഇരട്ട ശുംഭൻ എന്നിങ്ങനെ വീണ്ടും രമണൻപിള്ളയെ വഴക്ക് പറയുകയാണ്. അത് കേട്ട് ശാലിനിക്ക് ചെറിയൊരു ചിരി വരുന്നുണ്ട്. പക്ഷേ അവിടെ അങ്ങനെ ഒരു സന്തോഷം കാണിക്കുന്നില്ല. തുടർന്ന് സുസ്മിത വീണ്ടും അങ്ങ് മട്ടിപ്പാവിലേക്ക് പോയി നിന്ന് നോക്കുകയാണ്. അതേസമയം ഡോർ തുറന്നു കൊടുക്കണമെന്ന് രമണൻപിള്ളയോട് രാഘവൻ നായർ പറയുമ്പോൾ ഡോക്ടർ ഡോറ് തുറക്കുകയാണ്. അന്നേരം ഡോറ് തുറന്നു എന്നും പറഞ്ഞ് രമണൻപിള്ള പുറകോട്ടത്തേക്ക് മാറുന്നുണ്ട്. അതേസമയം ഡോക്ടർ അബ്ദുൽ ഖാദർ ഡോറ് തുറന്ന് അങ്ങനെ ഇറങ്ങുകയാണ്. അന്നേരം വിവേക് ഗോപനെയാണ് കാണിക്കുന്നത്. ഒരു BGM ഒക്കെ ഇട്ട് നല്ല ട്യൂണൊക്കെ ഇട്ട് മാസ് എൻട്രിയാണ് അത് കാണിക്കുന്നത്. തുടർന്ന് ഞാൻ പേര് കേട്ടപ്പോൾ തലനരച്ച ഏതോ കിഴവനാണെന്നാണ് വിചാരിച്ചത്, ഇതെന്താ ഇയാൾ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് സുസ്മിത നോക്കിക്കൊണ്ടിരിക്കുകയാണ് മേളിൽ നിന്ന്. തുടർന്ന് ഡോക്ടർ അങ്ങ് കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറാൻ നേരം മട്ടുപ്പാവിൽ നിൽക്കുന്ന സുസ്മിതയാണ് ആദ്യം കാണുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ സുസ്മിത മോളിൽ നിൽക്കുന്നത് ഡോക്ടർ കാണുന്നുണ്ട്. ഇയാളിത് എന്തോ ഉണ്ടാക്കാനെന്നൊക്കെ സുസ്മിത അങ്ങ് പറഞ്ഞു പോകുന്നുണ്ട്. തുടർന്ന് സുസ്മിതയെ ശ്രദ്ധിക്കുമ്പോൾ ഇയാൾ എന്നെയാണല്ലോ ശ്രദ്ധിക്കുന്നത്, ഞാൻ പറഞ്ഞത് കേട്ട് കാണുമോ എന്നൊക്കെ സുസ്മിത ചിന്തിച്ചിരിക്കുമ്പോൾ ഡോക്ടർ സുസ്മിതയെ നോക്കി അങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് സുസ്മിതയും വല്ലാത്തൊരു ചിരി ചിരിച്ചിട്ട് പെട്ടെന്ന് താഴേക്ക് വരുന്നുണ്ട്. തുടർന്ന് നമസ്കാരമൊക്കെ പറഞ്ഞ് സത്യഭാമ ഡോക്ടറെ സ്വീകരിക്കുകയാണ്. തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട്, സോറി ഫ്ലൈറ്റ് 2 മണിക്കൂർ ലേറ്റായി പോയി എന്നൊക്കെ. അന്നേരം എന്നാലും ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയല്ലോ, അത് തന്നെ സന്തോഷം എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് അകത്തേക്ക് ഇരിക്കാം സാറേ എന്ന് വിളിക്കുമ്പോൾ വിഷ്ണു വിളിക്കുമ്പോൾ ഡോക്ടർ അകത്തേക്ക് കയറുകയാണ്. അതേസമയം മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാനായിട്ട് നിൽക്കുന്ന സുസ്മിത ഒന്ന് മടിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എന്തിനാ പേടിക്കുന്നത്, ഇനിയിപ്പോൾ കുഴപ്പമാകുമോ, സംഭവം കണ്ടിട്ട് ന്യൂറോളജി മാത്രമല്ല സൈക്കോളജി മെൻ്റലിസം ഒക്കെ വശമുള്ള ആളാണെന്ന് തോന്നുന്നു, പ്രീതി എഴുന്നേൽപ്പിച്ച് നടത്തി ഇനിയിപ്പോൾ ഞാനാണിതെല്ലാം ചെയ്തതെന്ന് പറയിപ്പിക്കുമോ എന്നൊക്കെ അങ്ങ് സംശയിച്ച് സുസ്മിത നിൽക്കുകയാണ്.
തുടർന്ന് ഡോക്ടർ ഹാളിലേക്ക് ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഇരുന്ന് സംസാരിക്കുകയാണ്. ന്യൂറോളജിയെക്കുറിച്ചും മെൻ്റലിസത്തെക്കുറിച്ചും സൈക്കോളജിയെക്കുറിച്ചും ഒക്കെ അങ്ങ് സംസാരിക്കുന്നുണ്ട്. മന്ത്രവാദത്തെക്കുറിച്ച് വരെ സംസാരിക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും കേട്ടിരിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, ഡോക്ടർ സത്യം പറഞ്ഞ ഡോക്ടർ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല, പക്ഷേ ഇതെല്ലാം ഒന്നാണെന്ന് മനസ്സിലായി എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശാലിനി ആ ഡോക്ടർ പറഞ്ഞത് കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണ്. മെൻ്റലിസത്തെക്കുറിച്ചും ഒക്കെ മന്ത്രവാദത്തെക്കുറിച്ചുമൊക്കെ ശാലിനി ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ഇപ്പോൾ ഏറെക്കുറെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന്. തുടർന്ന് പക്ഷേ അത് ശാലിനി പറയുന്നതൊന്നും സത്യഭാമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് സുസ്മിത ഇതൊക്കെ മുകളിൽ നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഏതായി കുട്ടി എന്ന്. അന്നേരം വിഷ്ണു പറയുകയാണ്, എൻ്റെ ഭാര്യയാണ്, കളക്ടറാവാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ കളക്ടറാവും എന്നിങ്ങനെ സന്തോഷത്തോടു കൂടി ചാടിക്കയറി പറയുകയാണ്. അതേസമയം ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ വിഷ്ണു അങ്ങനെ സംസാരിക്കുന്നത് സത്യഭാമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് വിഷ്ണു ഇങ്ങനെ പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് നോക്കുമ്പോൾ വിഷ്ണു ആ പറഞ്ഞ സന്തോഷമൊക്കെ അങ്ങ് നിർത്തുകയാണ്. അന്നേരം അത് ഡോക്ടറും ശ്രദ്ധിക്കുന്നുണ്ട്. വിഷ്ണുവിന് സത്യഭാമയുള്ള പേടിയൊക്കെ ഡോക്ടർ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ഡോക്ടർ വീണ്ടും പറയുകയാണ്, അപ്പോൾ ഞാൻ ഇനി പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. പേഷ്യൻറ്റിനെ ചികിത്സിച്ച് ഭേദപ്പെടുത്താനായിട്ട് ഏത് ശാസ്ത്രശാഖയിൽ നിന്നും പേഷ്യൻറ്റിന് ഉതകുന്ന ഏത് രീതിയും ഞാൻ എടുക്കും എന്നിങ്ങനെ, അതിന് എന്ത് ചെയ്തിട്ടായാലും ഞാൻ പേഷ്യൻറ്റിനെ സുഖപ്പെടുത്തിയെടുക്കും എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം ശാലിനി ഇങ്ങനെ സന്തോഷത്തോടെ നിന്നിട്ട് മുകളിൽ നിൽക്കുന്ന സുസ്മിത ഇങ്ങനെ ഏറ് കണ്ടിട്ട് നോക്കുകയാണ്. അതേപോലെ സുസ്മിതയെ ഡോക്ടറും നോക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഡോക്ടർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എക്സാക്ട്ലി കറക്റ്റ് തന്നെ എന്നൊക്കെ ഡോക്ടർ സമ്മതിക്കുമ്പോൾ സത്യഭാമ മുഖത്തൊരു ചിരി വരുത്തുകയാണ്. ഇത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനിയിപ്പോൾ ഡോക്ടറുടെ ചികിത്സാ രീതികളായിരിക്കും നെക്സ്റ്റ് എപ്പിസോഡൊക്കെ. ഓക്കെ, താങ്ക് യു.